എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ 10 മാർക്കിൻ്റെ ടെസ്റ്റാണ്. ഇന്ന് വളരെ ഈസിയാണ്. ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10ൽ 10 10ൽ 10 നിർബന്ധമായും വാങ്ങിച്ചേ പറ്റും. അത്ര ഈസി ആയിട്ടുള്ള ടെസ്റ്റാണ് ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യം ആദ്യം വായിക്കുക, അതിനനുസരിച്ചുള്ള ഉത്തരം നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. റിഗർ സോയിൽ എല്ലാവർക്കും അറിയാവുന്ന എന്ത് തരം സോയിലാണ്, എന്ത് തരം കളറാണ്, എന്തിനെയാണ് റിഗർ സോയിൽ എന്ന് വിളിക്കുന്നത്? മറ്റൊരു പേരാണ് റിഗർ സോയിൽ. എന്താണ് ശരിക്കുള്ള സോയിൽ? മണ്ണിനം ഏതാണ് റിഗർ എന്ന് പറഞ്ഞാൽ? 2, 1957 കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? തീയതി ഏതാണ്? 1957 കലാപം. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ നെപ്പോളിയൻ. 4ാമത്തെ ചോദ്യം, 2020 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? 5, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന എന്ത് തരം വിളയാണ്? യൂണിവേഴ്സൽ ഫൈബർ. നാഥുല ചുരം ഏത് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്? നാഥുല ചുരം. 6ാമത്തെ ചോദ്യം. 7, സൗദി പൗരത്വം ലഭിച്ച റോബോട്ട് എന്താണ് പേര്? ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? 8ാമത്തെ ചോദ്യം. 9, ബാലവേല വിരുദ്ധ ദിനം എപ്പോഴാണ്? സെബി ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഈ 10 ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിഗർ സോയിൽ എന്ന് പറയുന്നത് എന്തിനാണ്? ബ്ലാക്ക് സോയിലാണ് റിഗർ സോയിൽ എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സോയിലാണ് റിഗർ അഥവാ ബ്ലാക്ക് സോയിൽ. 2, 1957 കലാപം നടന്നത് മീററ്റിലാണ്. മീററ്റാണ് തുടക്കം. 1957 മെയ് 10 ഡേറ്റ്. മെയ് 10 അറിയാമല്ലോ. 3, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്ത ആണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. സമുദ്രഗുപ്ത. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ ആണ്. ടോക്കിയോ. യൂണിവേഴ്സൽ ഫൈബർ അറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ വിച്ച് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഫൈബർ. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. നാഥുല ചുരം സിക്കിമും ടിബറ്റുമാണ്. സിക്കിം ആൻഡ് ടിബറ്റാണ് എന്ത്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന ചുരം. സിക്കിമും ടിബറ്റുമാണ് പ്രദേശങ്ങൾ. 7, സൗദി പൗരത്വം ലഭിച്ച റോബോട്ട്, സൗദി സിറ്റിസൺഷിപ്പ് ലഭിച്ച റോബോട്ട് ഏതാണ്? സോഫിയ. അറിയാവുന്നതല്ലേ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ബാലവേല വിരുദ്ധ ദിനം ഏത് ദിവസമാണ്? ജൂൺ 12. സെബി ആക്ട് നിലവിൽ വന്ന വർഷം? സെബി നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1988. സെബി ആക്ട് നിലവിൽ വന്ന വർഷം 1992. ഇത് മാത്രമാണ് പ്രീവിയസ് ഇയർ ചോദ്യമല്ലാത്തത്. ബാക്കിയെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. 1992 സെബി ആക്ട്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ക്യാപിറ്റൽ മാർക്കറ്റ്സും ഷെയർസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെബി എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. കാരണം 1992 ആക്റ്റാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് 10 തന്നെ വെക്കാം. 10 ഇന്നത്തെ കട്ട് ഓഫ്. 10ൽ 10 തന്നെ വാങ്ങണം. കാരണം എല്ലാം പ്രീവിയസ് ഇയർ വളരെ സിമ്പിളായിട്ടുള്ള 10th ലെവൽ ചോദ്യങ്ങളായിരുന്നു ഇന്ന് ഡെയിലി ടെസ്റ്റിലുള്ളത്. അപ്പോൾ കട്ട് ഓഫ് വുഡ് ബി 10. 10 കിട്ടാത്തവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ. ഓക്കെ, ബൈ.